ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ നല്ല വേഗത്തിൽ ടേസ്റ്റി ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സാധാരണമായ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അതായത് നമ്മുടെ ചപ്പാത്തിക്ക്, പൂരിക്ക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോറിന് വേണേലും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇരുന്ന ഒരു പരിപ്പായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനെ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുതിർന്ന് കഴിഞ്ഞപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് വേവിക്കാനായിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു 5-8 ബിസിലങ്ങ് അടുപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നമ്മളിങ്ങനെ ഉടച്ചെടുത്താൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് എന്തായാലും നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ടൊന്ന് വെന്തും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഉടഞ്ഞ് നല്ല അടിപൊളി പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ഉടയ്ക്കാനും പെറുക്കാനുമായിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ഈ പരിപ്പ് മാത്രമല്ല, നമുക്ക് ഏത് പരിപ്പ് വേണേലും ഉപയോഗിക്കാവുന്നുള്ളൂ കേട്ടോ ഇതുപോലെ കറി വെക്കാനായിട്ട്. അപ്പോൾ അതാ കടായിലേക്ക് വെളിച്ചെണ്ണയല്ല, രുചിയോ മണമോ ഒന്നുമില്ല, അപ്പോൾ സാധാ എണ്ണ. ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീരകത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് തോണ്ടിക്കൊടുത്തു. എന്നിട്ടുണ്ടല്ലോ ഇത്തിരി സവോള അരിഞ്ഞത്, ഇത്തിരി വെളുത്തുള്ളി, പിന്നെ ഇത്തിരി ഇഞ്ചി, ഇതെല്ലാം കൂടെ കുനുകുനുകുനാന്ന് അരിഞ്ഞത് ഒന്ന് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ 2 പച്ചമുളക് വേണേലും ഇടാം. ഞാനിവിടെ ഉണക്കമുളകായിട്ടിരിക്കുന്നത്. ഈ എരിവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പാകത്തിനനുസരിച്ചാണ്. പിന്നെ പോയിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇത്തിരി കൂടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ളൂ. ഞാനിവിടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട കാരണം ഒരുപാട് ഈ എരിവൊന്നും ഒരുപാട് ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുത്തോളുക. പെട്ടെന്ന് തിളപ്പിക്കാനായിട്ട് അത് ശകലമല്ലേ ഉള്ളൂ. ഇത്രയും വലിയ കടായിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ പടേന്ന് തിളച്ച് കിട്ടുകയല്ലേ. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് എന്നായെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുത്തോളുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഈ ഉപ്പിടുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് ആദ്യം കുക്കറിലേക്ക് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോഴും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അന്നേരം മറന്നു പോയോണ്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാണെന്നറിയാവോ, ഇത്തിരി മല്ലിയില എടുത്തിട്ട് ചുമ്മാ എന്താ പറയുക, അതിനെ പിച്ച് ചീന്തിയൊക്കെ ഇടുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞാൽ അതിനെ പിച്ച് ചീന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതൊന്ന് റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഫ്ലെയിമിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശക്കലം മതി കേട്ടോ, ഒരുപാട് ആവണ്ട, അതിൻ്റെ ഒരുപാട് ടേസ്റ്റ് വന്നാൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇനി നമുക്ക് അവസാനം ചെയ്യേണ്ടത് എന്താണെന്നറിയാം, ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. പിന്നെ ക്രീം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ, അത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഫാറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നുള്ള് ബട്ടർ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഒരു നുള്ളല്ല, ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ പരിപ്പ് കറി ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് പകത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 2 ചപ്പാത്തിയോ പൂരിയോ അല്ലെങ്കിൽ ഇത്തിരി ചോറോ ഒക്കെ എടുത്ത് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.